ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ സെഷനിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ സെഷനിൽ ഓർഗനൈസേഷൻ എന്താണ്, ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് എന്താന്ന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇന്ന് അതിനെ പറ്റിയിട്ടുള്ള ഒരു വൈഡ് റേഞ്ച് കുറച്ചും കൂടി വിശദീകരിച്ച് കുറച്ചും കൂടി അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഈ രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഒറ്റ സെഷനിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ഈ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് കമ്പനിയിൽ അത്യാവശ്യം എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഒബ്ജക്റ്റീവ്സിൽ കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഈ സെഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ്, എന്തൊക്കെ എലമെന്റ്സ് ആണ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ഉള്ളത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ അഫക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ലേണിംഗ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സിന്റെ ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണോ ഈ ഓർഗനൈസേഷൻ ലേണിംഗ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് വാട്ട് ഈസ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് or affecting the organizational dynamics, and the different types of organizational diagnostic model, and whether the organizational learning, whether it is a process of organizational dynamics. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാൽ പോലും ജസ്റ്റ് നമ്മുടെ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ വാട്ട് ഈസ് ആൻ ഓർഗനൈസേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും റീകോൾ ചെയ്യാൻ പറ്റും എന്താണ് ഓർഗനൈസേഷൻ എന്ന്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. വാട്ട് ഇസ് ആൻ ഓർഗനൈസേഷൻ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ or a unit of people who work towards to attain a specific goals or a predetermined objective. എന്തുകൊണ്ടാണ് ഈ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ഒരു ബിസിനസ്സിൽ അത്യാവശ്യം? ഈ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ബിസിനസ്സിലുള്ള റിസോഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും ലിവറേജ് ചെയ്യാനും സഹായിക്കും. ഇറ്റ് വിൽ ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ പീപ്പിൾസ് ആർ ബിഹേവിംഗ് based upon their work and how they are interacting with each other in order to attain a specific objective or a group goal. അതാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് ആൻ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് അല്ലെ. ഇറ്റ് ക്യാൻ ബി OD എന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ആണ്. ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ക്യാൻ ബി റിഫേർഡ് ടു ആസ് എ പ്രോസസ് ബൈ വിച്ച് ദ റിസോഴ്സസ് ഗെറ്റ് ലിവറേജ്ഡ് ആൻഡ് സ്ട്രെങ്തൻഡ് കണ്ടിന്യൂസ്ലി. ഈ ലിവറേജ്ഡും സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ആരും ടെൻഷൻ ആവോ പേടിക്കൊന്നും വേണ്ട. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡിങ്സ് ആണ് ലിവറേജ് ആൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ആണ്. ഇറ്റ്സ് ഡയറക്റ്റ് ദ പവർ ഓഫ് തിങ്കിങ് വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്. നമുക്ക് വേറൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെന്താണ് ചെയ്യണതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതിനെ ഓർഗനൈസേഷണൽ ബിഹേവിയർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുന്ന ഒരു പേരാണ് ലിവറേജ് എന്ന്. ഈ സെയിം ലിവറേജ് ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. നോർമലായിട്ട് ലിവറേജ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ സയൻസിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ഫോഴ്സ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഒരു ഓർഗനൈസേഷണൽ ഡൈനാമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ലിവറേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇൻഫ്ലുവൻസ്. അതിനൊരു ഇൻഫ്ലുവൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ പവർ ടു ഡയറക്ട് ദ തിങ്കിങ് ആൻഡ് ബിഹേവിയർ ഓഫ് അതേഴ്സ് എന്നും നമ്മൾ പറയുന്നു. ഈ സെയിം ലിവറേജിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ അതിനെ ഡെബ്റ്റ്, ബോറോയിങ്സ് എന്നൊക്കെ അതിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് the resources get leveraged and strengthened continuously. It is the power to think directly what the others are doing and strengthening the performance of the employees in the organization. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ രണ്ട് തരത്തിലുള്ള കോൺഫിഗറേഷൻസ് ആണ് നമുക്ക് ഓർഗനൈസേഷണൽ ഡൈനാമിക്സിൽ ഉള്ളത്. There are two types of organizational configuration. ഒന്ന് ഇൻഫോർമേഷൻ പ്രോസസിംഗ് വ്യൂവും
രണ്ട് നിയോ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂ ആണ്. രണ്ട് തരത്തിലാണ് ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഒന്നെന്താണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂവും ദ അതർ വൺ ഇസ് നിയോ പ്രോസസ്സിംഗ് വ്യൂ. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഒരു കോൺഫിഗറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറും കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ്സ് എ അറേഞ്ച്മെന്റ് ഓഫ് പാർട്സ് ഓർ എലമെന്റ് ഇൻ എ പെർട്ടിക്കുലർ ഫോം. കോൺഫിഗറേഷന്റെ മീനിങ് എന്ന് വെച്ചാൽ ഒരു എലമെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ഒരു പെർട്ടിക്കുലർ ഫോമിൽ നമ്മൾ അറേഞ്ച് ചെയ്തതിനെ നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയും. ഇവിടെ എന്താണ് ഇത് ഓർഗനൈസേഷണൽ കോൺഫിഗറേഷനെ കൊണ്ട് മനസ്സിലാക്കുന്നത്, ഈ രണ്ട് തരത്തിൽ ഈ രണ്ട് ഫാക്ടേഴ്സ് എങ്ങനെ നമ്മളുടെ പഠനത്തില്. അപ്പോ നമ്മുടെ ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെന്റ് ഓഫ് സ്പെസിഫിക് എലമെന്റ്സ് ഓർ സർട്ടൻ ഫാക്ടേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതിനെയാണ് നമ്മളൊരു ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ കമ്പനീനെ ബേസ് ചെയ്തിട്ടുള്ള, കമ്പനിക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട ചില എലമെന്റ്സിനെയും ചില ഫാക്ടേഴ്സിനെയും അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേര് കോൺഫിഗറേഷൻ, ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻ എന്ന് പറയും. അതെങ്ങനെയാ പറയാ, ഇറ്റ് റിഫേഴ്സ് ടു ദ പ്രോസസ്, ഇറ്റ്സ് എ സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് ദാറ്റ് റിഫേഴ്സ് to an arrangement and interplay of various elements within an organization. ഓക്കെ, അപ്പൊ ആ രീതിയിൽ രണ്ട് തരത്തിലാണ് ഇവിടെ എന്താ ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂവും രണ്ട് നിയോ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂ. അപ്പൊ ഈ ഒരു വേർഡിങ്സ് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, എന്താണ് ഇവിടെ ഒരു സ്ട്രാറ്റജിക് ഫ്രെയിംവർക്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ചില ഇൻഫോർമേഷൻസ് അല്ലെ. ഫസ്റ്റ് നമുക്ക് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂ നോക്കാം. അതെങ്ങനെയാണ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദി ഡെവലപ്മെന്റ്സ് ലൈക്ക് ടെലിഫോൺ, ഫാക്സ്, ഇന്റർനെറ്റ്. ഒരു കമ്പനിയിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വരുന്നോ അതിനൊക്കെ ആരാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂ ആണ് അല്ലെ. അതെവിടെ ചെറിയൊരു കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യത്തിലേക്ക് അത് വരുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്, ടെലിഫോൺ, ഫാക്സ്, ഇന്റർനെറ്റ്, എക്സാമ്പിൾ. ഇതാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെ. പിന്നെ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂവിന്റെ അടുത്ത അടിസ്ഥാനപരമായ ഒരു പോയിന്റ് ആണ് പ്ലാനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും അല്ലെങ്കിൽ എന്തൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവുന്നതില് അല്ലെങ്കിൽ ഒരു ഫാക്ടർ സക്സസ്ഫുൾ ആവുന്നതിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്മ്യൂണിക്കേഷനിലെ ബാരിയേഴ്സ് വരുമ്പോൾ നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ പറ്റുന്നത് അത് കറക്റ്റ് ആയിട്ട് കൺവേ ആയിട്ടില്ലെങ്കിൽ എന്താണ് അവിടെ ഒരു മിസ്റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂല് ഫസ്റ്റ് വരുന്നത് ഇറ്റ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദി ഡെവലപ്മെന്റ് വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഓർഗനൈസേഷൻ. ആൻഡ് സെക്കൻഡ്ലി it is proper planning and communication should be there. പ്രോപ്പർ ആയിട്ട് പ്ലാനിങ് നമ്മൾ എക്സിക്യൂട്ടും ചെയ്യണം, കമ്മ്യൂണിക്കേഷനും അതിലുണ്ടായിരിക്കണം. പിന്നെന്താണ്, ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂവിന്റെ കേസ് സംബന്ധിച്ച് അതൊരു അൺസർട്ടിനിറ്റി ആണുള്ളത്. അത് അൺസർട്ടൺ ആണ്. എന്താണ് ഈ അൺസർട്ടൺ എന്ന് പറയുന്നത്, ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു നമുക്ക് നമുക്ക് നമ്മൾ ഫ്യൂച്ചറിൽ പ്രെഡിക്റ്റ് ചെയ്ത് ഇങ്ങനെ വരണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ അത് വന്നിരിക്കണം എന്നില്ല. അപ്പൊ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂവിന്റെ മൂന്നാമത്തെ കാര്യമാണ് അൺസർട്ടനിറ്റി ആണ്. നമുക്ക് ആർക്കും ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്താണ് ഗോയിങ് ടു ഹാപ്പൻ, വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനോ ഇന്റർപ്രറ്റ് ചെയ്യാനോ കഴിയില്ല. സോ അൺസർട്ടനിറ്റി മീൻസ് എന്താ, ഈ അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് എന്താണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്നത്, ഒരു ഫിക്സ്ഡ് ഡിസൈൻ, ഒരു ഫിക്സ്ഡ് പ്ലാനിങ്, ഒരു ഫിക്സ്ഡ് ഡിസൈന് അവരെ സഹായിക്കില്ല. And നാലാമത്തെ point, it is one of the most important point in information processing view. The cost of information based processing has been reduced and that led to learner organization,
that can sustain themselves with less inventory and employee. എന്താണത്? കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ബേസ്ഡ് പ്രോസസിംഗ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോസസിംഗിന്റെ ചിലവ് കുറഞ്ഞിരിക്കുകയാണ്. ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോസസിംഗിന്റെ ചിലവ് കുറഞ്ഞതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വർക്കേഴ്സ്, എംപ്ലോയീസ്, അവർക്ക് അവിടെ ഉള്ള എംപ്ലോയീസിന് തന്റെ വർക്ക്സ് മാനേജ് ചെയ്യാനും പറ്റും. അതേപോലെ ലെസ് ഇൻവെന്ററി, അവിടെ എത്ര ഇൻവെന്ററി ഉണ്ട് അത് വെച്ചിട്ട് അവർക്ക് തന്റെ ബിസിനസ്, തന്റെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു സെന്റൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്കിനെ അല്ലെങ്കിൽ റിസോഴ്സിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫോർമേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സിന്റെ ചിലവ് കുറഞ്ഞത് മൂലം എംപ്ലോയേഴ്സിന് ദംസെൽഫ് എംപ്ലോയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയർ വേറെ, എംപ്ലോയേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഓർഗനൈസേഷന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഹൈ ലെവലിൽ ഇരിക്കുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് എംപ്ലോയർ. എംപ്ലോയി എന്ന് വെച്ചെന്താ? അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ അതൊരു എംപ്ലോയർ ആണ്. വൈ എന്ന് പറയുന്നത് ഒരു മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു എംപ്ലോയി, അവരെ നമ്മൾ ഏതെങ്കിലും ഒരു വർക്കർ, മാൻ പവറിനെ നമ്മൾ പറയുന്ന പേരാണ് എംപ്ലോയി. അപ്പൊ ഇവിടെ ഇൻഫോർമേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചിലവ് കുറഞ്ഞത് മൂലം എംപ്ലോയറിന് അവരുടെ കയ്യിലുള്ള എംപ്ലോയീസിനെ വെച്ച് തന്നെ, അവരുടെ പക്കലുള്ള സ്റ്റോക്സ് വെച്ച് തന്നെ തന്റെ ആവശ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഇൻഫോർമേഷൻ പ്രോസസിംഗ് വ്യൂവില് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻ 2 തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് എന്താണ്? ഇൻഫോർമേഷൻ പ്രോസസിംഗ് വ്യൂവും, 2 നിയോ ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂ ആണ്. ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂവിന്റെ കേസിൽ എല്ലാ കാര്യങ്ങളും ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാത്തിന്റെ റെസ്പോൺസിബിൾ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണെന്ന് അവർ പറയുന്നു. ടെലിഫോൺ, ഫാക്സ്, ഇന്റർനെറ്റ് എക്സാമ്പിൾ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂവിൽ എന്താണ് വേണ്ടത്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിക്വയർ ആണ്. കൂടാതെ ഇറ്റ് ഈസ് എൻ അൺസർട്ടിനിറ്റി, അത് അൺസർട്ടൺ ആണ്, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ അൺസർട്ടൺ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ഫിക്സ്ഡ് ഡിസൈൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലെ. അതേപോലെ തന്നെ ഈ ചിലവ്, കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസിംഗ് ഹാസ് ബീൻ reduced which leads to the learner organization can sustain themselves with less inventory and employee. അവരുടെ കയ്യിലില്ല ഇൻവെന്ററി വെച്ചിട്ടും, ഇൻവെന്ററി മീൻസ് സ്റ്റോക്സ് വെച്ചിട്ടും എംപ്ലോയീസിനെ വെച്ചിട്ടും അവരുടെ ബിസിനസ് നിലനിൽക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? ലേണിംഗ് ബേസ്ഡ് ഇൻഫർമേഷൻ പ്രോസസിംഗിന്റെ കോസ്റ്റ് കുറഞ്ഞത് മൂലം. രണ്ടാമത്തേതാണ് നിയോ ഇൻഫർമേഷൻ പ്രോസസ് വ്യൂ. 2 പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇൻഫർമേഷൻ പ്രോസസിംഗ്, സെക്കൻഡ് വൺ നിയോ ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂ. ഇപ്പൊ നിയോ ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇൻഫർമേഷൻ പ്രോസസിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ്. അത് കോസ്റ്റ് ബേസ്ഡ് ഇൻഫർമേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നിയോ ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂവില് കുറച്ച് ഓർഗനൈസേഷണൽ മോഡൽസ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ബാക്കി സെഷനിൽ നമ്മളത് പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ കൂടുതൽ ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂ അവർ കൂടുതൽ ഓർഗനൈസേഷൻ മോഡലിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് അവർ എക്സാമ്പിൾ ആയി കൊടുത്തിട്ടുണ്ട് VDT, വെർച്വൽ ഡിസൈൻ ടീം. അതൊരു ടീമാണ് അല്ലെ. അതൊരു ടീം മെമ്പേഴ്സ് ഒത്തുകൂടിയിട്ടൊരു മോഡലിനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. എന്താണത്? VDT എന്ന് പറയുന്നാൽ വെർച്വൽ ഡിസൈൻ ടീം. അതെന്താണ്? ഇറ്റ്സ് എ മോഡൽ where individual are considered to be a separate entities. എല്ലാ ഇൻഡിവിജ്വൽ, അവിടെ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ആരാണ്? ഓരോ എംപ്ലോയീസിനെയാണ് അല്ലെ. ഓരോ എംപ്ലോയീസിനെയാണ് അവിടെ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. ഈ ഓരോ ഇൻഡിവിജ്വൽസിനെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയർ വേറെ, ബിസിനസ് വേറെ. ഉടമസ്ഥതനെ തന്നെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിസിനസ് വേറെ,
ബിസിനസിന്റെ ഓണർ വരെ. അതേപോലെ തന്നെ ഇതിലും പറയുന്നത് ഒരു വെർച്വൽ VDT, വെർച്വൽ ഡിസൈൻ ടീം എന്ന് പറയുന്നതാണ്, അതൊരു മോഡലാണ്. അവരെന്താണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്? where the individuals, all the individual are considered to be a separate entities. അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവർ എന്തൊക്കെ ചെയ്യുന്നു? they will analyze, communicate and makes decision. അവർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അനലൈസ് ചെയ്യും. പ്രോബ്ലം മാത്രമല്ല, ഏതൊരു ഘടനയിലേക്ക് പോകുമ്പോഴും അതിനെപ്പറ്റി ഒരു അനലൈസേഷൻ നടത്തും. അതെങ്ങനെയാണ് അതിനെപ്പറ്റി അനലൈസ് ചെയ്യും, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു ഓർഗനൈസേഷന് വേണ്ട അടിസ്ഥാനപരമായ മറ്റൊരു ഫാക്ടറാണ് കമ്മ്യൂണിക്കേഷൻ. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ അവിടെ ഉണ്ടായിരിക്കും. കൂടാതെ പ്രോംപ്റ്റ് ആൻഡ് ക്വിക്ക് ഡിസിഷൻസ്. ചില കാര്യങ്ങളിൽ ബിസിനസ്സിൽ നമുക്ക് വേണ്ട ഒരു ബെസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ആണ്, അല്ലെ? ചില പോയിന്റില് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഒരു എംപ്ലോയർ ആയാലും എംപ്ലോയിയും ചില കാര്യത്തിനും പ്രോംപ്റ്റ് ആൻഡ് ആപ്റ്റ് ഡിസിഷൻ വേണം. ചിലതിന് നമുക്ക് ടൈം എടുത്ത് ആലോചിച്ച് ഡിസിഷൻ എടുക്കാം. പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് ടൈം എടുത്ത് ആലോചിച്ചെടുക്കാൻ ഒരു സമയം ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് പ്രോംപ്റ്റ് ക്വിക്ക് ഡിസിഷൻ വേണം. അപ്പൊ ഈ VDT എന്ന് പറയുന്ന മോഡൽ എന്തിനു വേണ്ടി സഹായിക്കുന്നത്? ഇറ്റ്സ് കൺസിഡേർഡ് ടു ബി എ separate entities for all the individual, which helps in analysis, communicate and it helps in the decision making. ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ജിൻ ആൻഡ് ലെവിറ്റ് in 1996. അടുത്തത് BDTന്റെ വേറൊരു ഫോമാണ് each individual differs in the skills and information channels. കറക്റ്റ് അല്ലേ? ഒരു ഓർഗനൈസേഷനിൽ ഒരു 1000 അല്ലെങ്കിൽ ഒരു 100, 2000 ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ അവരുടെ തിങ്കിങ് കപ്പാസിറ്റി, അവരുടെ കാപ്പബിലിറ്റി, അവരുടെ അനലൈറ്റിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അവരുടെ ലോജിക്കലും റീസണിങ്ങും റാഷണൽ തിങ്കിങ്ങും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഒരിക്കലും എക്കും ബിക്കും ഒരേപോലത്തെ ഒരു തിങ്കിങ് കപ്പാസിറ്റി ആയിരിക്കില്ല. എ തിങ്ക് ചെയ്യുന്ന രീതി ആയിരിക്കില്ല ബി തിങ്ക് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, എയും ബിയും അത്യാവശ്യമാണ് ഒരു കമ്പനീനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നിയോ ഇൻഫർമേഷൻ പ്രോസസ് വ്യൂ അനുസരിച്ച് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ having different skills and thinking capacity, അതിന് നമ്മൾ പറയുന്ന പേരാണ് critical reasoning and logical thinking എന്ന് നമ്മൾ പറയും. each individuals differs in skills and information channels. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താണ് ഈ ഡീസെൻട്രലൈസേഷൻ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പല തരത്തിലുള്ള ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചിട്ടുണ്ട്, അല്ലെ? എന്തൊക്കെയാണത്? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. ഡീസെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ടോപ്പ് ലെവൽ തൊട്ടിട്ട് ലോവർ ലെവൽ വരെയുള്ള മാനേജ്മെന്റ് വരെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരു കമ്പനിക്ക് ഒരാവശ്യമായിട്ടില്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനോ ടോപ്പ് ലെവൽ തൊട്ടിട്ട് ലോവർ ലെവൽ, മിഡിൽ ലെവൽ എല്ലാതും എൻഗേജ് ചെയ്തിട്ടാണ്, അല്ലെ? ഒരു ഒരു സോഷ്യൽ ആയിട്ട് എല്ലാവർക്കും തൻ്റെതായ അഭിപ്രായങ്ങൾ പറയാം. അതുകൊണ്ടാണ് ഈ നിയോ ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂവിനെ ഒരു BDT ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. കൂടാതെ അതിനൊരു ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Decentralized structure was adopted as the primary information processing model. എന്തുകൊണ്ടാണ് അതിനെ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് കൺസിഡർ ചെയ്യുന്നത്? കാരണം അതിന്റെ ഒരു സ്മൂത്ത് ഫ്ലോ ഉണ്ട്. ടോപ്പ് ലെവൽ തൊട്ട് ലോവർ ലെവൽ വരെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ദേ ക്യാൻ ടേക്ക് ഡിസിഷൻ പവർ, ദേ ക്യാൻ കോൺട്രിബ്യൂട്ട്. അവർക്ക് എന്താണ്, ഓർഗനൈസേഷന് ആവശ്യമായിട്ടില്ല ഗൈഡൻസ്, അവരുടെ സപ്പോർട്ട് നൽകാം. അല്ലാതെ സെൻട്രലൈസ്ഡ് അല്ല. സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓട്ടോക്രാറ്റിക് എന്ന് വെച്ചാൽ ഒരാൾ തീരുമാനിക്കും, അതുപോലെ ബാക്കി എല്ലാവരും അനുസരിക്കണം, അല്ലെ? അതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഓർഗനൈസ്ഡ് എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡോ ഡീസെൻട്രലൈസ്ഡ് അല്ല, ലോവർ ലെവൽ. ഫോർ എക്സാമ്പിൾ ഒരു നമുക്കൊരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു ഡ്രസ് ഷോറൂം പോവാം. ഒരു ഡ്രസ് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സെയിൽസ്മാന് പോലും തൻ്റെതായിട്ടില്ല ഒരു അഭിപ്രായം പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓർഗനൈസേഷനെ പറയുന്ന പേരാണ് ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ. സോ നിയോ ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂ ഒരു ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷന്റെ പോയിന്റിലാണ് അവർ കൊണ്ടുപോകുന്നത്. ഇറ്റ്സ് എ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആൻഡ് ദേ ഡെവലപ്പ് organizational models, and they have introduced VDT, virtual design team. What is this virtual design team? According to Jin and Levitt, it is a model where all the individuals are considered to be as separate entities and they analyze, communicate and make decision. Moreover, as per Neo information process view, every individual differs in the skills and information channels. Appo
രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻസ് ആണുള്ളത്. ഒന്ന് ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂ, രണ്ട് നിയോ ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂ. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി നമ്മൾ വേറൊരു ഫാക്ടറിലേക്കാണ് പോകുന്നത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. അതിന് മുന്നേ ഇൻഫർമേഷൻ പ്രോസസിംഗ് certain assumption നമുക്ക് പഠിച്ചു നോക്കാം. What are the certain assumptions regarding the information processing view? ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ ഇത് ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂവിനെ ബേസ് ചെയ്തിട്ടാട്ടോ. Individuals tend to undergo bounded rationality and therefore get stuck with limited choices and time. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അതിർത്തി ഉണ്ടാവും അല്ലെ, ഒരു ലിമിറ്റ് ഉണ്ടാവും, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അല്ലെ. അതേപോലെ തന്നെ നിയോടെയും ഇൻഫർമേഷന്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ? നിയോ എന്ന് വെച്ചാൽ വാസ്റ്റ് ആയിട്ട് ചിന്തിക്കുക, അവിടെ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു. പക്ഷെ ഇൻഫർമേഷൻ പ്രോസസിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്? അവരുടെ ഇടയിൽ ഒരു ബൗണ്ടറി ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ, അവർക്ക് കിട്ടുന്ന ഒരു എലമെന്റ്സ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നതായിരിക്കും ലിമിറ്റഡ് ആയിരിക്കും. അത് ചൂസണും ആയിരിക്കും, ടൈം ബേസ് ചെയ്തിട്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെ ഒരു സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആയിരിക്കും രൂപപ്പെടുന്നത്. എന്നാൽ നിയോ പ്രോസസിംഗിലോ ഒരു ഡീസെൻട്രലൈസ്ഡ്. അതാണ് അക്കോർഡിംഗ് ടു മാർച്ച് ആൻഡ് സൈമൺ they have explained, as per the information processing view, all the individuals tend to undergo a bounded rationality and therefore they get stuck with limited choices and time. എന്ന് വെച്ചാൽ അവർക്ക് വാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനോ അവരുടേതായ കാര്യങ്ങളോ പറയാനുള്ള ഒരു ചാൻസ് അവിടെ കിട്ടുന്നില്ല. അവർക്ക് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും, ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും അവരുടെ ഇടയിൽ. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അക്യുമുലേറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ ഇൻഫർമേഷൻ. നമ്മൾ പഠിച്ചിരുന്നു പ്ലാനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു പോയിന്റ് അല്ലെ. ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ചാനൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഫോർമേഷൻ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ അവിടെ ഉണ്ടാവില്ല. മൂന്നാമത്തെ കേസ് എന്താണ്? ഓർഗനൈസേഷൻ regularly witness uncertainty which makes coordination even more difficult since information accumulation is usually scarce and imperfect. നമ്മൾ പഠിച്ച ഒരു പോയിന്റ് ആണ്. ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂവിൽ എപ്പോഴും അൺസർട്ടിനിറ്റി ആണുള്ളത് അല്ലെ. ഈ അൺസർട്ടിനിറ്റി ഉള്ളതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ഡിസൈൻ ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ സ്കേഴ്സിറ്റി ആയിരിക്കും, സ്കേഴ്സ് ആയിരിക്കും അല്ലെ. സ്കേഴ്സ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കത്തില്ല, കുറച്ച് ഇൻഫോർമേഷനേ ഉണ്ടാവുള്ളൂ. അത് ഇല്ലതാണെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിരിക്കും. കറക്റ്റ് ആയിട്ടൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ പറ്റാത്ത മൂലം വരുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ an organization's demands and concerns should match the interest of the individual. എപ്പോഴും ഒരു ഇൻഡിവിജ്വലിന്റെ ഓർഗനൈസേഷന്റെ ഡിമാൻഡ്സും അവരുടെ ആവശ്യകത എന്താണോ, അവരുടെ കൺസേൺ എന്താണോ, അത് ആരായിട്ട് മാച്ച് ചെയ്യണം? അവിടെയുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാച്ച് ആവണം എന്നാണ് ഈ ഒരു ഇൻഫർമേഷൻ പ്രോസസിംഗ് വ്യൂ പ്രകാരം ആ കോൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ടോപ്പിക്സ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ്. എന്തൊക്കെ ഫാക്ടറാണ് അഫക്ട് ചെയ്യുന്നത്? 3 ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത്. ഇൻസൈഡ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലെ കാര്യങ്ങൾ അതെന്തൊക്കെയായിരിക്കും? അതിന് നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ദ ഫാക്ടേഴ്സ് വിച്ച് ഇസ് അഫക്റ്റിംഗ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും പറയും. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് ഒരു ഓർഗനൈസേഷൻ അഫക്ട് ചെയ്യാം? ഒരു ഓർഗനൈസേഷന്റെ മിഷൻ ആയിരിക്കാം, ഒരു വിഷൻ ആയിരിക്കാം, ഒബ്ജക്റ്റീവ്സ് ആയിരിക്കാം, അല്ലാതെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, ഓർഗനൈസിന്റെ പോളിസി, ഓർഗനൈസേഷന്റെ കൾച്ചർ, നോംസ്, ഇതൊക്കെ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ് അല്ലെ. inside the organization, which means the internal factors which affects inside the organization. അതൊരു കമ്പനിയുടെ ഗോൾ ആയിരിക്കാം, പോളിസീസ് ആയിരിക്കാം, അവരുടെ വർക്ക് കൾച്ചർ ആയിരിക്കാം, അവരുടെ ഓപ്പറേഷൻസ് മാർക്കറ്റിംഗ്, അങ്ങനെ പല രീതിയിലായിരിക്കാം. അതേപോലെ തന്നെ ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു കമ്പനിയുടെ പുറകിൽ എന്ന് വെച്ചാൽ പുറത്ത്
That means the external factors എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് സോഷ്യൽ വർക്കേഴ്സ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കാം അല്ലെ. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, കൂടാതെ എന്തൊക്കെയായിരിക്കാം? ടെക്നിക്കൽ ഫാക്ടേഴ്സ്. മോർ ഓവർ എക്സാമ്പിൾ പറയാൻ നമ്മൾ കുറെ ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. പൊളിറ്റിക്കൽ ഉണ്ടായിരിക്കാം, എക്കണോമിക്കൽ ഉണ്ടായിരിക്കാം, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, കൂടാതെ കോമ്പറ്റീറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. ഇതാണ് ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റിംഗ് എക്സ്റ്റേണൽ ടു ദ ഓർഗനൈസേഷൻ. ഇന്റേണൽ ടു ദ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്? ഒരു കമ്പനീന്റെ പോളിസി, കമ്പനീന്റെ ഗോൾസ്, കമ്പനീന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന ഫാക്ടേഴ്സ് ആണ്. എന്നാൽ എക്സ്റ്റേണൽ ടു ദ ഓർഗനൈസേഷൻ, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ഉള്ള പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, economical factors, social factors, technological factors and environmental factors, also the competitor. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇന്ന ഫാക്ടേഴ്സ് ആണ് എക്സ്റ്റേണൽ ആയിട്ട് നമ്മളെ അഫക്ട് ചെയ്യുന്നത്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് PESTEC എന്ന് പറയുന്നു. P for political, E for economical, S for social, T for technology factor, E for environmental factor and finally C for the competitive factors. ഇങ്ങനെ പലതരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യും. The managerial boundary of the organization. മൂന്നാമത്തെ ഫാക്ടേഴ്സ് എന്താണ്? The managerial boundary of the organization. എന്താണ് മാനേജറിയൽ ബൗണ്ടറി എന്ന് പറയുന്നത്? മാനേജറിയൽ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ എന്ത് പ്രതീക്ഷിക്കാൻ? നമുക്ക് അതിൽ ഒരു ലിമിറ്റ് നമുക്ക് അതിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ മാനേജറിയൽ ബൗണ്ടറി ഓഫ് എ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്താണ് സൂചിപ്പിക്കുന്നത്? അത് ഏതൊക്കെ ആയിരിക്കും? It is a business boundary in order to protect companies' time, energy and respect of both you and your clients. Arani you? Both company and the company's clients. The managerial boundary, ഒരു കമ്പനീന്റെ മാനേജറിയൽ ബൗണ്ടറി എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കമ്പനിക്ക് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനും അവരുടെ ടൈം, അവരുടെ എനർജി, അവരുടെ റെസ്പെക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഇൻസൈഡ് ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻസൈഡ് ദി ഓർഗനൈസേഷൻസ് ആയിരിക്കാം കമ്പനിയുടെ പോളിസി, വിഷൻ, മിഷൻ, വർക്ക് കൾച്ചർ, ഓർഗനൈസേഷൻ കൾച്ചർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ political factor, economical matter, social factor, technological factor, environmental factor and finally the competitive factor. അതേപോലെ തന്നെ managerial boundary of the organization എന്താണ്? ഒരു relationship, it suspects, it establish a smooth relationship with the parties. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ it helps to sustain a smooth relationship with the parties. പണ്ട് കുറെ നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള ഓർഗനൈസേഷണൽ ബൗണ്ടറീസ് ആണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിനെ റിഫ്ലക്റ്റ് ആയിട്ട്, അതിനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് പുതിയൊരു മോഡൽ വന്നിട്ടുള്ളതാണ് ദ മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ്. ദ ന്യൂ ഫോം ഓഫ് ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ഔട്ട്കം അച്ചീവ് ചെയ്യാനും പിന്നെ ട്രഡീഷണൽ ബൗണ്ടറിനെ ബ്രേക്ക് ചെയ്യാനും അതിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കുറച്ചും കൂടി കോംപ്ലക്സിറ്റി ആയിട്ട് ഡിമാൻഡ് കൂടിയിട്ടില്ല ഒരു അപ്രോച്ചിനെ നമ്മൾ കൊണ്ടുവന്നത്. ആ ഒരു അപ്രോച്ചിന്റെ പേരാണ് മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ്. ഈ മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ് അപ്രോച്ച് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് അപ്രോച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ വരുന്ന ഒരു റൂളാണ് ഇഫ് ദെൻ റൂൾ. നെക്സ്റ്റ് ടോപ്പിക് അതാണ്, നമ്മളത് ഡിസ്കസ് ചെയ്യും. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഒരു ഓർഗനൈസേഷണൽ ഡൈനാമിക്സ്, ഒരു ഓർഗനൈസേഷൻ അഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് internal factors, external factors and managerial boundary. Internal factors means which is happening inside the organization, like organization policy, work culture, design, structure, organization structure, mission, vision, values, norms ഒക്കെ വരും. External factors, which is outside the organization, which include the political matter,
economic, environmental, technological, social, and the competitive factor. And finally, the managerial boundary of the organization, it depends upon the smooth relationship between the employees and the employer, also the other third parties. And നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്ന പേരാണ് third parties. So therefore, the new forms of organization made to achieve specific outcome and virtual organization, and that reflects in what? That reflects in the breakdown of traditional boundaries. The rising complexity and increasing the demand shift towards a more nuanced approach towards organizing, and that approach we called it as multi-contingency diagnosis. എന്താണ് ഈ മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ്? ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ് എന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാമാറ്റിക്, ഈ ഒരു ഫിഗർ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ഫിഗറിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. സോ എപ്പോഴും ഒരു മോഡൽസ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക. ആ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നിങ്ങൾ പഠിക്കണം. അത് എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ ഇതാക്കണം. കാരണം ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ആൻഡ് ഓൾസോ ടു സ്കോർ മാർക്സ് ഇൻ ദി എക്സാമിനേഷൻ. അപ്പൊ ഇതില് ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ? ഓർഗനൈസേഷൻ മിഷൻ അല്ലെ? ഓർഗനൈസേഷൻ മിഷൻ എന്താണ്? മിഷൻ എവിടൊക്കെ പോകുന്നു? എല്ലാതും ഇന്റർകണക്റ്റഡ് ആണ് അല്ലെ? ഒരു മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ്, MCD, മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ് എന്തൊക്കെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷന്റെ വിഷനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്, മിഷനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്, സൈസിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റിക് കണ്ടീഷൻ, ടെക്നോളജി, ഏതൊക്കെ തരത്തിലുള്ള ടെക്നോളജി യൂസ് ചെയ്തത്, അതേമാതിരി തന്നെ മാനേജ്മെന്റ് സ്റ്റൈൽ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് സ്റ്റൈൽ, ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ക്ലൈമറ്റിക് കണ്ടീഷൻ, സ്ട്രാറ്റജി, എന്തൊക്കെ തരം സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആൻഡ് ഓൾസോ ഇറ്റ് ആക്ട് ആസ് എ ബൗണ്ടറി ഇൻ വിച്ച് ദ എൻറ്റിറ്റി ഓപ്പറേറ്റ്. കൂടാതെ എന്താണ്? ഇതിനൊരു ബൗണ്ടറി ആയിട്ടും വിലയിരുത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പല രീതിയിലാണ് ബിസിനസ് എൻറ്റിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെ ഇറ്റ് ആക്ട് ആസ് എ ബൗണ്ടറി, ഇറ്റ് ആക്ട് ആസ് എ ഓർഗനൈസേഷണൽ വിഷൻ, മിഷൻ, സൈസ്, ക്ലൈമറ്റ്, ടെക്നോളജി, ഇതൊക്കെ ഇന്റർകണക്റ്റഡ് ആണ്. സോ മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ് എന്ന് പറയുന്നതാണ് ഇറ്റ് റിലേറ്റ്സ് organizational vision, mission, size, climate, technology, strategy, environment, leadership, preference, organizational designs, and also it act as a boundary in which the business operates. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു മോഡൽ, ഒരു ഫ്രെയിം വർക്ക് പഠിക്കുമ്പോൾ അതിന്റെ മെയിൻ പിക്ചോറൽ റെപ്രസെന്റേഷൻ ഫോക്കസ് ചെയ്യുക. അത് ആ തരത്തിലായിരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ സോഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. റൂം 2005, ഈ ഒരു മാനേജിങ് ചേഞ്ചസ്, ഇതിൽ കൂടുതൽ അടിസ്ഥാനമായിട്ട് അവർ പറഞ്ഞത് ചേഞ്ചസിനാണ് അല്ലെ? ഈ എല്ലാ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ മൾട്ടി കണ്ടിജൻസി തിയറി. ഇറ്റ്സ് എ തിയറി, ആൻഡ് ഈ തിയറിയിൽ അഫക്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഇഫ് ദെൻ റൂൾ. അതിന് ഈ എഫ് ദെൻ റൂളിൽ വരുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അതിന് മുന്നേ കണ്ടിജൻസി എന്താന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. സോ മൾട്ടി കണ്ടിജൻസി എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടി കണ്ടിജൻസി തിയറി അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് എന്തിനെ റിലേറ്റ് ചെയ്താണ്? ഒരു ഓർഗനൈസേഷന്റെ വിഷൻ, മിഷൻ, സൈസ്, ക്ലൈമറ്റ്, സ്ട്രാറ്റജി, ടെക്നോളജി, എൻവിറോൺമെന്റ്, അവരുടെ ലീഡർഷിപ്പ്, preference to organizational design, and it also act as a boundary in which the entity operate. ഇതൊക്കെ ഈ ഫാക്ടേഴ്സിലൊക്കെ ഒന്നിനൊന്ന് ഇന്റർകണക്റ്റഡ് ആണ് അല്ലെ? ഇതൊക്കെ ഇന്റർകണക്ട് ആണ്. ഇതൊക്കെ ഒരു സ്മൂത്ത് ഫ്ലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ആവാൻ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി കണ്ടിജൻസി തിയറി എന്താണ്? കണ്ടിജൻസി തിയറിയിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? The organizational designs elements are found using the knowledge base created over the years. For instance, it has been argued that if there is a vast organization, it is preferred to have a decentralized organization structure to attain effectiveness. Bruns 2005 പറഞ്ഞ കാര്യമാണ്. This has been a kind of rule that cannot usually be changed. The if-then rules guide the multi-contingency model to operate productively. എന്താണത്? കുറച്ചു നേരം നമ്മൾ പറഞ്ഞ കാര്യം, ഒരു ഓർഗനൈസേഷൻ സ്മൂത്ത് റൺ
പോകുന്നെങ്കിൽ എന്ത് അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകമാണ് അതിൽ വേണ്ടത്? നിയോ ഇൻഫർമേഷൻ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കുമെന്ന്. അപ്പൊ കണ്ടിജൻസി തിയറി പ്രകാരം ഒരു ഒരു വാസ്റ്റ് ഓർഗനൈസേഷൻ അതിന്റെ ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് പെർഫോമൻസിന് അല്ലെങ്കിൽ സ്മൂത്ത് റണ്ണിങ് ഓഫ് പെർഫോമൻസ്, അതിന്റെ ഓർഗനൈസേഷൻ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവാനും എഫിഷ്യന്റ് ആയിരിക്കാനും അവിടെ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാ പറയുന്നത്? ഇറ്റ് ഷുഡ് ബി എ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ. എന്തുകൊണ്ടാണ് ഇതിനെ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയാൻ കാരണം? ബിക്കോസ് ദർ വിൽ ബി എ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ടു ദ ലോവർ ലെവൽ മാനേജ്മെന്റ്. ഹൈ ലെവലിൽ നിന്ന് ലോ ലെവൽ വരെ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഓരോന്നും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. they are also able to take a good decision making. ഈ കണ്ടിജൻസി ബേസ് ചെയ്തിട്ടാണ് ഇഫ് ദെൻ റൂൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ മൾട്ടി കണ്ടിജൻസി മോഡലിൽ അവർ കുറച്ചും കൂടി ഈസി ആയിട്ട് for the ease of operation they have implemented, they have utilized the if then rule. മൾട്ടി കണ്ടിജൻസി കോൺസെപ്റ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ, സ്ട്രാറ്റജിക് റെപ്രസെന്റേഷൻ ആണ് അല്ലെ. എന്തൊക്കെയാണ്? ഫിറ്റ് ക്രൈറ്റീരിയ, ഇഫക്റ്റീവ്നെസ്, ഇഫിഷ്യൻസി, വിയാബിലിറ്റി. ഒരു ക്രൈറ്റീരിയ ഇത് ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? സ്ട്രാറ്റജിക് ഫാക്ടേഴ്സ്, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റൈൽ, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, സൈസ് ആൻഡ് സ്കിൽ എബിലിറ്റി, എൻവിറോൺമെന്റ്, ടെക്നോളജി, സ്ട്രാറ്റജി. അത് എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സ്ട്രക്ചറൽ കോൺഫിഗറേഷൻ, ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻ, ഓർഗനൈസേഷണൽ കോംപ്ലക്സിറ്റി, ഫോർമലൈസേഷൻ, സെൻട്രലൈസേഷൻ, ഇൻസെന്റീവ്സ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ഇതെന്താണ്? നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും ചേർന്ന ഒരു കോൺസെപ്റ്റ് ആണ് മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ്സ് ഇൻക്ലൂഡ് ദ വിഷൻ, മിഷൻ, ഓർഗനൈസേഷണൽ സൈസ്, സ്ട്രക്ചർ, ഹൈറാർക്കി, ഡിസൈൻ. ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഇതൊക്കെ ഏതൊക്കെയാണ് ഇന്റർ കണക്ട് ആയിരിക്കുന്നത്? ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻ. ആ കോൺഫിഗറേഷനിൽ എന്താണ് ഇപ്പൊ കുറച്ചു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത്? ദർ ഷുഡ് ബി എ ഡീസെൻട്രലൈസ്ഡ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? അതിൽ ഇങ്ങനെ കുറച്ച് എന്തിനു വേണ്ടിയാണ് ഈ ഡീസെൻട്രലൈസേഷൻ വേണമെന്ന് പറയാൻ കാരണം? ഇറ്റ് അഫക്ട്സ് effectiveness, efficacy, efficiency, viability and the fit criteria. ഇതിൽ ഫോർമലൈസേഷൻ, സെൻട്രലൈസേഷൻ, ഇൻസെന്റീവ്സ് എന്താണ്? ഒരു എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസിന് അടിസ്ഥാനപരമായുള്ള ഒരു കാര്യമാണ് റെക്കഗ്നീഷൻ, റിവാർഡ്സ് ആൻഡ് ഇൻസെന്റീവ്സ്. പിന്നെ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ among the employers and the employees. ഈ മൾട്ടി കണ്ടിജൻസി കൺസെപ്റ്റില് കുറച്ച് ഫിറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്ട്രാറ്റജിക് ഫിറ്റ്, ടോട്ടൽ ഫിറ്റ്, കണ്ടിജൻസി ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അതെന്താ നമുക്ക് നോക്കാം. ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട്, ഡിഫറെന്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, നോളേജ് ബേസ് ചെയ്തിട്ട് കുറച്ച് ഫിറ്റ്സ് നമ്മൾ എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസിൽ കുറച്ച് ഫിറ്റ്, ഫിറ്റ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഫിറ്റ് എന്ന് പറയുന്നത്? ഫിറ്റ്, FITയുടെ മീനിങ് എന്താണ്? ഫിറ്റ് ഇൻ ദ ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാനേജ്മെന്റ്. ഒരു എംപ്ലോയി പെർഫോം ചെയ്യുന്നുണ്ടോ കമ്പനിയിൽ എന്ന്? ഹൗ വെൽ എ കാൻഡിഡേറ്റ് ഓർ എൻ എംപ്ലോയി ഇസ് പെർഫോമിംഗ് in the organization or a company's operational environment. എങ്ങനെയാണ് ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി കമ്പനിയിൽ അല്ലെങ്കിൽ കമ്പനീന്റെ ഓപ്പറേഷണൽ എൻവിറോൺമെന്റിൽ വർക്ക് ചെയ്യുന്നതിനെ മെഷർ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റീവ് മെഷർമെന്റ് ടൂൾ ആയിട്ടാണ് ഇവിടെ ഫിറ്റ് എന്ന വാക്കിന്റെ അടിസ്ഥാനപരമായിട്ട് മീനിങ് അർത്ഥമാക്കുന്നത്. Fit means it's a predictive measure used by the organization to understand or to evaluate how a candidate or an employee perform in a company's organizational environment. ഇവിടെ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിജൻസി ഫിറ്റ്. എന്താണ് ഈ കണ്ടിജൻസി ഫിറ്റ് എന്ന്? ഇതെന്താണ്? ഇതെല്ലാം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ നമ്മളൊരു 4 to 5 types of fit എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 4 to 5 types of ഫിറ്റും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് അപ്പോൺ നോളേജ്. ഫസ്റ്റ് വൺ, കണ്ടിജൻസി ഫിറ്റ് എപ്പോഴും മനസ്സിലാക്കുക, സക്സസ്ഫുള്ളി അച്ചീവ്. കണ്ടിജൻസി ഫിറ്റ് is successfully achieved when the knowledge base gets effectively transferred to a specific if then statement. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഇൻഫോർമേഷൻ കറക്റ്റ് ആയിട്ടൊരു
ഇഫ് ദെൻ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ കണ്ടിജൻസി ഫിറ്റ് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ആവുള്ളൂ. ഇഫ് ദെൻ റൂൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആവും. ഇപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കുക എന്താണെന്ന്. ഇതിന്റെ നെക്സ്റ്റ് ടോപ്പിക് ഇഫ് ദെൻ റൂൾ ആണ്. സോ contingency fit means the fit can be successfully achieved with the knowledge base get effectively transferred to a specific if then statement. ഇത് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും? ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് എ ഗുഡ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. എംപ്ലോയീസിനായാലും മാൻ പവേഴ്സ് ആയിരിക്കും, അതേമാതിരി തന്നെ ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഓർഗനൈസേഷണൽ പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ ഇത് സഹായിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രാറ്റജിക് ഫിറ്റ് എന്ന് നോക്കാം. സ്ട്രാറ്റജിക് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഓവറോൾ ഒരു ലോങ് ടേം ഗോളിനെയാണ് സ്ട്രാറ്റജി എന്ന് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഗോൾസ് എന്ന് പറയുന്നത്. ഇവിടെ സ്ട്രാറ്റജിക് ഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ യൂസ്ഡ് ടു അനലൈസ് or it is an expression used to analyze or to define to which an organization is matching its resources and capability with the opportunities in the external environment. എന്താണ് ഒരു ഡൈനാമിക് ചേഞ്ച് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷനെയാണ് ഇവിടെ നമ്മൾ സ്ട്രാറ്റജിക് ഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എക്സ്പ്രസ് ടു ദി ഡിഗ്രി to which an organization is matching its resources and capabilities with the opportunities in the external environment. തന്റെ പക്കലുള്ള എംപ്ലോയീസിനെയും തന്റെ റിസോഴ്സസിനെയും തന്റെ കാപ്പബിലിറ്റീസിനെ എക്സ്റ്റേണൽ ഫാക്ടർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രാറ്റജിക് ഫിറ്റ്. അതുകൊണ്ടാണ് തന്റെ കയ്യിലുള്ള കാപ്പബിലിറ്റീസ് അതേപോലെ തന്നെ റിസോഴ്സസിനെ ആരായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് ആയിട്ട്. എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിനായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രാറ്റജിക് ഫിറ്റ് എന്ന്. നെക്സ്റ്റ് വൺ ഇസ് ദ ഡിസൈൻ ഫിറ്റ്. എന്താണ് ഈ ഡിസൈൻ ഫിറ്റ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആയിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഓർ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ നോഷൻ ഓഫ് ഇക്വിഫിനാലിറ്റി. എന്താണ് ഈ ഇക്വിഫിനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇക്വിഫിനാലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് അലൗവിങ് ഓർ ഹാവിംഗ് ദ സെയിം ഇഫക്റ്റ് ഓർ റിസൾട്ട് ഇൻ ഡിഫറെന്റ് ഇവന്റ്സ്. പല തരത്തിലുള്ള ഇവന്റ്സിൽ അല്ല പല തരത്തിലുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്തൊരു ഫാക്ടറും ആവട്ടെ അതിലൊക്കെ സെയിം ഇഫക്റ്റ് വരുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിഫിനാലിറ്റി എന്ന് പറയുന്നത്. സോ ഡിസൈൻ ഫിറ്റ് ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് അപ്പോൺ ദ നോഷൻ ഓഫ് ഇക്വിഫിനാലിറ്റി. So what does equifinality means? It is a property of allowing or having a same effect or result for different events. Equifinality in the principles എന്ന് വെച്ച് കഴിഞ്ഞാൽ it's the idea that there are many ways to achieve a goal. പല രീതിയിൽ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാം, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാം. ഒരു ഗിവൻ സിറ്റുവേഷനിൽ ഇറ്റ് ഹാസ് മോർ ദാൻ വൺ ഓർ മോർ പോസിബിൾ ഔട്ട്കംസ്. ഒരു സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് നോ സിംഗിൾ സൊല്യൂഷൻ വിൽ ബി വർക്ക് ഫോർ ഓൾ സിറ്റുവേഷൻ. ഒരു സിംഗിൾ സൊല്യൂഷൻ എന്താണ്? എല്ലാത്തിലും വർക്ക് ചെയ്യണമെന്നില്ല. സോ ദ തിയറി ഓഫ് ഇക്വിഫിനാലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് any given situation has more than one possible outcomes and no single solution will work for all situations. Next one, the last fit is the total design fit. ഇതെന്താണ്? ഇത് മോസ്റ്റ് ചാലഞ്ചിങ് ഫിറ്റ് ആണ് അല്ലെ? This is the most challenging fit. ഇത് പറയുന്നത് total design fit, it argues that all different three types of fit should be appropriately met. കണ്ടിജൻസി ഫിറ്റും സ്ട്രാറ്റജിക് ഫിറ്റും ഡിസൈൻ ഫിറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ട് മെറ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ടോട്ടൽ ഡിസൈൻ ഫിറ്റ് കണ്ടീഷൻ വർക്ക് ചെയ്യുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇറ്റ് റിക്വയർസ് എ ഡിസൈൻ ടു കൺസിസ്റ്റന്റ് according to the external demands and design recommendation. It argues that the three different types of fit should be appropriately met together and അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ടോട്ടൽ ഡിസൈൻ ഫിറ്റ്. അപ്പോ നമ്മളെ മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസിൽ വരുന്ന
4 ഇമ്പോർട്ടന്റ് ഫിറ്റ് ആണ്. ഏതൊക്കെയാണ്? കണ്ടിജൻസി ഫിറ്റ്, സ്ട്രാറ്റജിക് ഫിറ്റ്, ഡിസൈൻ ഫിറ്റ് ആൻഡ് ടോട്ടൽ ഡിസൈൻ ഫിറ്റ്. നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ചിന് കുറച്ചും കൂടി അഡ്വാൻസ് ആയ രീതിയിലാണ് മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ് അപ്രോച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. എന്താണ് അപ്പൊ മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ് അപ്രോച്ചിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിലേറ്റ്സ് വിത്ത് ദ ഓർഗനൈസേഷൻ, മിഷൻ, വിഷൻ, സ്ട്രാറ്റജി, ലീഡർഷിപ്പ് സ്റ്റൈൽ, ഡിസൈൻ, എവറിത്തിങ്. ഇതൊക്കെ ഓരോന്നും ഇന്റർ കണക്ട് ചെയ്തിട്ടാണ് ആൻഡ് ഇഫ് ദെൻ റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഇഫ് ദെൻ റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്ന കുറച്ച് ഫിറ്റ് ഉണ്ട്. ഫിറ്റ് എന്നാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞില്ലേ. ഇറ്റ്സ് എ പ്രൊഡക്റ്റീവ് മെഷർ ടു നോ വെദർ ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് ദി കമ്പനീസ് ആർ മാച്ചിങ് വിത്ത് ദ ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ഈസ് ഗിവൻ ഇൻ ദ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്. നമ്മളുടെ കമ്പനിയിലുള്ള എംപ്ലോയീസ് കാപ്പബിലിറ്റി, എംപ്ലോയീസ് എന്തുമാവാം, അത് നമുക്ക് പുറത്ത് എക്സ്റ്റേണൽ ഫാക്ടർ നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന വിലയിരുത്തലിന് നമ്മൾ പറയുന്ന പേരാണ് ഫിറ്റ്. അതിൽ വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് കണ്ടിജൻസി ഫിറ്റ്, സ്ട്രാറ്റജിക് ഫിറ്റ്, ഡിസൈൻ ഫിറ്റ് ആൻഡ് ടോട്ടൽ ഡിസൈൻ ഫിറ്റ്.